ഇത് രാഹുൽ, കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ, കോളേജിലെ ഹാർട്ട് ത്രോപ്പ്, ബോഡി ബിൽഡർ, റോക്ക് സിംഗർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പ്ലേ ബോയ്. വിശേഷണങ്ങൾ അങ്ങനെ കുറെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന കോളേജിൽ രാഹുലിനെ പോലുള്ള പണക്കാരായ കുട്ടികൾ മാത്രമാണ് ഈ അടുത്ത കാലത്ത് വരെ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടേക്ക് അവൻ വന്നതോടെ കഥ മുഴുവൻ മാറി. സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മുതലാണ് സ്കോളർഷിപ്പ് വഴി കോളേജിലേക്ക് പുറത്തു നിന്നുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്ന പുറത്തു നിന്നുള്ള ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു ശ്രാവൺ. അവന് പറയാനായിട്ട് സ്വന്തക്കാരോ ബന്ധുക്കളോ ആരുമുണ്ടായിരുന്നില്ല. പാർട്ട് ടൈം ഡെലിവറി ജോലി ചെയ്ത് പഠിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്ന ഒരു സാധാരണക്കാരൻ. ഈ കോളേജ് തനിക്കുള്ളതല്ല എന്ന് ആദ്യ ദിവസം തന്നെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇവനെ പോലെ ലോക്കല് നമ്മുടെ ഈ കോളേജിൽ പഠിക്കണമെന്ന് അവിടെ തീർന്ന് നമ്മുടെ സകല വിലയും. ഇവന്റെ പിറകെ സ്കോളർഷിപ്പും വാങ്ങിച്ച് ഇവനെ പോലെ വേറെ തെറ്റിങ്ങിലൂടെ കയറി നിറങ്ങുമെന്ന് എൻ്റെ പേടി. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അവൻ ഈ കോളേജിന് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പുറത്തറിഞ്ഞാലേ പിന്നെ ഒരാളും ഇവിടെ കയറി വരാനുള്ള ധൈര്യം കാണിക്കില്ല. അതിന്റെ വാക്ക്. നിന്നോട് ഞാൻ പലവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഈ പാട്ട വണ്ടി എന്റെ കാറിന് മുമ്പിൽ പാർക്കില്ലെന്ന്. മനസ്സിലാക്കുക. വിക്ടർ, ഇത് സ്റ്റുഡൻസ് പാർക്കിംഗ് ഏരിയ അല്ലേ? ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഡാടാടാ, നീ എന്നെ കുറെ നിയമം പഠിപ്പിക്കാൻ പറ്റാ. നിന്നെ പോലുള്ള സ്കോളർഷിപ്പ് ഇട്ട് പഠിക്കാൻ വരുന്ന ലോക്കൽ അസന്റികളുടെ പാട്ടൊക്കെയുള്ള സ്ഥലമല്ലത്. ഇനി മേല നിന്റെ ഈ പാട്ട വണ്ടി എന്റെ വണ്ടിയുടെ മുമ്പിൽ വച്ചാ കത്തിക്കും ഞാൻ. കാണാൻ എനിക്ക് കത്തിക്കോ പൂജിക്കോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. നാളെ മുതലുള്ള കാര്യമില്ലേ, നമുക്ക് നാളെ നോക്കാം. ശ്രാവൺ ബിസിയാണോ? Can I join you? എന്താ പഠിക്കാണോ? അതെ, കുറെ നേരമായിട്ട് ആ രാഹുൽ എന്റെ പുറകെയുണ്ട്. അവനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നേ. ബുദ്ധിമുട്ടാവില്ല, കുറച്ചേരം ഞാൻ ഇവിടെ ഇരുന്നോട്ടെ പ്ലീസ്. മേഘ, കോളേജിലെ ബ്യൂട്ടി ക്യൂൻ. അവളുടെ പിറകെ നടക്കാത്ത സീനിയേഴ്സോ ജൂനിയേഴ്സോ ഈ കോളേജിലില്ല. ശ്രാവൺ ഒന്നും ഒരു കാലത്തും മേഘയുമായുള്ള സൗഹൃദം പോലും ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെയുള്ള മേഘ തന്റെ അടുത്ത് വന്നിരിക്കാൻ തയ്യാറായത് തന്നെ ശ്രാവണിന് അത്ഭുതമായിരുന്നു. എന്താണ് മേഘ, എത്ര തവണ ഞാൻ വിളിച്ച് ഒരു മൈൻഡിലല്ല. ഇന്നലെ ഞാൻ പാർട്ടിക്ക് വിളിച്ച എല്ലാ ഗേൾസും ഉണ്ടായിരുന്നു, മേഘ മാത്രമേ വരാത്തേ ഉള്ളൂ. നീ കൈകാട്ടി വിളിക്കുന്നിടത്ത് ഓടിയിരുന്ന പെമ്പിളാരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഈ മേഘ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. നിനക്കത് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ്. മേഘ, നമുക്ക് കുറച്ചങ്ങ് മാറി സംസാരിക്കാം. നമ്മളീ പറഞ്ഞ ഈ ലോക്കൽ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ലോക്കലോ? അന്ന് നീ ഇതും കൂടെ കേട്ടോ. നീ ഇപ്പൊ പറഞ്ഞ ലോക്കലുണ്ടല്ലോ ശ്രാവൺ, എനിക്ക് അവനെ ഇഷ്ടം. ഐ ലവ് ഹിം. ഡു യു ഹാവ് എനി പ്രോബ്ലം? ശ്രാവണിന് ഒരു നിമിഷം തന്റെ ശ്വാസം തന്നെ നിന്നു പോകുന്നത് പോലെ തോന്നി. മേഘ പറഞ്ഞത് തന്നെയാണോ താൻ കേട്ടതെന്നായി അവന്റെ സംശയം. എന്നാൽ മേഘയുടെ പുഞ്ചിരി അതിനെല്ലാമുള്ള ഉത്തരം നൽകി. ശ്രാവണിന്റെ കൈകൾ പിടിച്ച് അവൾ മെല്ലെ നടന്നു. ശ്രാവൺ ഒരു യന്ത്ര മനുഷ്യനെ പോലെ കൂടെ നടന്നു. തനിക്ക് പുതിയൊരു പ്രതീക്ഷ നിറഞ്ഞ ലോകം തന്നെ ലഭിച്ചു എന്നാണ് ശ്രാവൺ കരുതിയത്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ശ്രാവൺ മടങ്ങിയെത്തി. എന്താണ് ശ്രാവണന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവന്റെ ജീവിതത്തിലെ ഒരേ ഒരു സന്തോഷം പോലും തട്ടിത്തെറിപ്പിച്ചത് ആരാണ്? ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും അവനെ തേടി വൈകാതെ എത്തുമെന്ന് അവൻ പോലും കരുതിയിരുന്നില്ല. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനു മാത്രം എന്ത് തെറ്റാണ് ശ്രാവണൻ ചെയ്തത്? അതറിയാൻ തുടർന്ന് കാണുക. എടാ മോനെ, ഇത് സമൂഹത്തിൽ ഞങ്ങളെപ്പോലെ നിലയും വിലയുള്ളവരുടെ ക്യാമ്പസാ. പൊട്ടൽ ലോട്ടറിയുടെ പോലെ എവിടെ നിന്നോ വന്നത് നിനക്കൊരു അഡ്മിഷൻ കിട്ടുന്ന കരുതി ഈ ക്യാമ്പസ് ഒരു കാലത്തും നിന്നെപ്പോലുള്ള ലോക്കൽസിൻ്റെതാവുന്ന നീ വിചാരിക്കണ്ട. തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം രേഷ്മയുടെയും അമൃതയുടെയും മുഖത്തുണ്ടായിരുന്നു. എടാ, നീ എന്തിങ്ങനെ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കും. നീ ഒന്നും പറയില്ല, ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ഈ കോളേജിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ആകെ സംസാരിക്കാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അതിനെല്ലാവരും നിങ്ങൾ നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട, ഞാൻ അങ്ങ് സഹിച്ചോളാം. അല്ല, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കാം. നിനക്ക് എന്താ പറ്റിയേ?
നീയും മേഘയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമൃതയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രാവണിന് നൽകാൻ സാധിക്കുമായിരുന്നില്ല. കാരണം മേഘയ്ക്കും തനിക്കുമിടയിൽ നടന്നത് എന്താണെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ അത് തന്നെക്കാൾ മേഘയുടെ ജീവിതത്തിനാണ് ദോഷം ചെയ്യുക എന്ന് ശ്രാവണന് നന്നായി അറിയാമായിരുന്നു. താൻ കാരണം മേഘയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു. എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം? ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത്? വേറൊന്നുമില്ല. ശരി. മേഘ, ഫോൺ വിളിച്ചാ എന്താ എടുക്കാത്തെ? ഒരു മിനിറ്റ്, ഒന്ന് വരുമോ? എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച് എന്തെടുക്കാത്തെ? പണ്ടൊരു ഫോൺ വാങ്ങിച്ചതിന്റെ ധൈര്യത്തിലാണോ നീ ഇപ്പൊ എന്നോട് ഈ പറയുന്നേ? ഹൗ ഡേ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്? ആ ദാ നീ വാങ്ങിച്ചതിന്റെ പൊട്ട ഫോൺ. എന്താ മേഘ ഇങ്ങനെ പെരുമാറുന്നേ? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെയാ. രാഹുൽ എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ട നിന്റെ യൂള ഫോൺ. ഒന്ന് ഓണാക്കണേ തന്നെ 15 പ്രാവശ്യം ടച്ച് ചെയ്യണം, എന്നാലേ അത് ഓണാവുള്ളൂ. ഇപ്പോൾ രാഹുലാണല്ലേ പ്രശ്നം. ഇന്നലെ രാത്രി രാഹുലുമായിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നല്ലേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാന്ന്. രാത്രി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടാണോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബലൂൺ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തോണ്ടായിരിക്കും. കറക്റ്റ് ഞാൻ തന്നെ ഡെലിവറി ചെയ്യാൻ വന്നു, അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി. ഇന്ന് രാത്രി നിനക്ക് മനസ്സിലായില്ലേ നീ കണ്ടാലും കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ലാന്ന്? ഇനിയെങ്കിലും നിനക്കൊന്ന് പൊക്കൂടെ എന്റെ ലൈഫിൽ നിന്ന്? ഒരു മിനിറ്റ്. എന്താ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറാൻ പറ്റുമോ? ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളും മാറും. അത് നിനക്ക് മനസ്സിലാവാത്തന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? പ്രയോറിറ്റി മാറിയാണോ നീ ഇപ്പൊ രാഹുലിനെ സെലക്ട് ചെയ്ത? മുമ്പും പുറകണമെന്നപ്പോ നിനക്ക് അവനെ തീരെ മൈൻഡില്ലായിരുന്നല്ലോ. എടാ മണ്ട, നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ? ഞാൻ അവന്റെ മുന്നിൽ ഹാർട്ട് ടു ഗെറ്റ് കളിക്കായിരുന്നു. നിന്നെ പുലർത്തിന്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് അവന്റെ ഈഗോ ഹേർട്ടാവും. അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തേ. പിന്നെ അവന്റെ ലിസ്റ്റിലുള്ള പെമ്പിളാരവൻ ഈ മേഘയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് മേഘ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പൊ ശരി, എനിക്ക് രാഹുലിന്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട്, കാണാം. ബൈ. ഓ, അപ്പം അതായിരുന്നു കാരണം. ഇതിങ്ങനെയൊക്കെ അവസാനിക്കുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ഷി വാസ് യൂസിങ് യു. ഷി ഈസ് ജസ്റ്റ് എ ഗോൾഡ് ഡിഗർ. നീ അത് വിട്ടേക്ക്. എനിക്ക് അവളെ അങ്ങനെ വിട്ടുകളാൻ പറ്റില്ല രേഷ്മ. എങ്ങനെയുണ്ട് ഞാൻ ശ്രാവണം കൊടുത്ത പണി? ഇപ്പോഴാണ് മനസ്സിലൊരു ആശ്വാസമായത്. അവരൊരു പാട്ട വണ്ടി.
ഹലോ. ഇതാര് കോളേജ് ഹീറോയോ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചെലവ് വേണം. നമ്മുടെ സ്ഥിരം ഹാങ് ഔട്ട് സ്പോട്ട് നൈറ്റ് കാണാം. ആ, ഹായ് ഗൈസ്, വാട്സ്ആപ്പ്? ഹേയ് ബേബ്. ഇന്നലെ കഫറ്റീരിയയുടെ മുന്നിൽ നടന്നൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പോഴാണ് ചേരേണ്ടവർ തമ്മിൽ ചേർന്നത്. ഞങ്ങൾ കരുതിയത് മേഘയുടെ ജീവിതം ആ ദരിദ്രവാസി കൊണ്ടുപോയെന്നാണ്. വാട്ട് ഗൈസ്, എനിക്കത് അത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു. അവൻ എന്തോ പ്രേമാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണോ മേഘ? എന്താടാ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിന്നോട് ഞാൻ ചോദിക്കും, അപ്പൊ നീ പറഞ്ഞാ മതി. എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു. രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. മേഘ, നിനക്ക് വേണ്ടിയല്ല ഇത്രയും കാലം ജീവിച്ച, അല്ല നിനക്ക് പറയാൻ പറ്റുമോ? എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? സ്വന്തം കാര്യം നോക്കി ജീവിക്കാതായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു മണ്ടനെ പോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കണ്ടായിരുന്നു. സ്വന്തമായിട്ട് തന്നെ നീ ഇത്ര ഗതികെട്ടനാന്ന് പറയുമ്പോ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് ശ്രാവൺ? ഓരോ ദിവസം ഓരോ കാമാനെ കൊണ്ട് നടക്കുന്നല്ലേ, അത്രയും ഗതികേട് എനിക്ക്. ശ്രാവൺ പറഞ്ഞതിന് മറുപടിയായി മേഘയുടെ കൈകൾ ശ്രാവണിന് നേർക്കുയർന്നത് നിമിഷം നേരം കൊണ്ടായിരുന്നു. മേഘയുടെ അടികൊണ്ട് ഒരു നിമിഷം പകച്ച ശ്രാവൺ പകയോടെ തിരിച്ചടിക്കാൻ കൈ ആഞ്ഞുവീശി. മേഘയും രാഹുലും അടക്കം അവിടെ കൂടി നിന്ന എല്ലാവരും ഒരു നിമിഷം ഭയന്നു. എന്നാൽ മേഘയെ അടിക്കാൻ ഉയർത്തിയ കൈകൾ ശ്രാവൺ മെല്ലെ താഴ്ത്തി. തല്ലുന്നില്ലേ? എന്ത്, നിനക്ക് അതിന് പേടിയാണോ? നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. യു ആർ സച്ച് എ ലൂസർ. മേഘ, മതി, നിർത്തിക്കോ. തിരിച്ചെല്ലാം എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്നെ പോലുള്ള സ്ത്രീയെ തല്ലി ഷോണിക്കേണ്ട ഗതിയുടെ എനിക്കില്ല. ആഹാ, സാർ ഇത്രക്ക് വലിയ പുരോഗമനവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ സ്ത്രീകളെ തല്ലണ്ട, എന്നെ തല്ല്. ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് കയറി അത് പറഞ്ഞത്. എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത്. മേഘയും അർച്ചനയും വിക്ടറും ദേവും എല്ലാം അത് ശ്രദ്ധിച്ചു. ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി. ശ്രാവണനെ മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു. മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി. അവൾ രാഹുലിനെ പിടിച്ചു മാറ്റി. വിട്, ഇവൻ നമ്മുടെ സ്റ്റാൻഡേർഡ് നേർന്നാളല്ല. ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹിം ഗോ. ഈ ഹൈ ക്ലാസ് മേഘ, നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തപിക്കും. ഇത് ശ്രാവണ പറയുന്ന, ഓർത്ത് വെച്ചോ. മോറടി. അതോ, ഡാ മതി, നീ വല്ല ഷോ ഒന്നും കാണിക്കണ്ട. എന്റെ ഈ പാട്ട് കണ്ടിട്ട് നീ തളം വിട്ടോ? അർച്ചനയും വിക്ടറും ദേവും അടക്കം അവിടെ നിന്നവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ വണ്ടി പഞ്ചറാക്കിയത് അർച്ചനയും സുഹൃത്തുക്കളും ചേർന്നാണെന്ന് ശ്രാവണന് മനസ്സിലായി. ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ തന്റെ പഞ്ചറായ ബൈക്ക് മുരുട്ടി മുന്നോട്ട് പോകാൻ ഒരുങ്ങി. എന്നാൽ ഈ സമയം വിക്ടർ ഇടയിൽ കയറി. മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ കൂടി പറയാണ്, നിന്റെ ഈ ആക്രി വണ്ടിയോടെ വച്ച കത്തിക്ക് ഞാൻ. ഇത് ജസ്റ്റ് ഒരു ട്രെയിലറോടെ ഉണ്ടോ മതി. അതിനെന്തിനാണ് ചിരിക്കണേ? കഴിഞ്ഞോ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? തീർന്നെങ്കിൽ പോവായിരുന്നേ. അവന്റെ മുഖത്ത് ആക്കല് കണ്ടില്ലേ? തീർന്നിട്ടില്ലടാ, ഇനി നിന്നെ കൂടെ തീർക്കാനുണ്ട്. അർച്ചന, ദേ നിന്റെ ഡാഡി വരുന്നു. അശോക് സാർ. കോളേജിലേക്ക് വന്ന ആ കാറിന്റെ ഉള്ളിൽ ആരാണെന്ന് വണ്ടി നമ്പർ കണ്ടാൽ തന്നെ എല്ലാവരും തിരിച്ചറിയുമായിരുന്നു. അശോക്, അർച്ചനയുടെ ഡാഡി. ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് ടൈക്കോൺ. അതീവ കോടീശ്വരന്മാർക്ക് മാത്രം അക്കൗണ്ടുള്ള പ്ലാറ്റിന സിറ്റി ബാങ്കിൽ അക്കൗണ്ടുള്ള മനുഷ്യൻ. ഈ നഗരത്തിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും അശോക് പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. അശോക് തീറ്റിപ്പൊട്ടുന്ന കൊട്ടേഷൻ സംഘങ്ങൾ കൈ കൊണ്ടുവരാൻ പറഞ്ഞാൽ തല കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിനു നേരെ നോക്കാൻ പോലും എല്ലാവർക്കും ഭയമാണ്. അശോകിന് ഒരേ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, അത് തന്റെ മകൾ അർച്ചനയാണ്. ഞങ്ങളെ അശോക് സാറിനടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ധൃതി പിടിക്കല്ലേ, അതൊക്കെ ഞാൻ സമയമാകുമ്പോ ചെയ്തുതരാം. നീ എപ്പോഴും ഇത് തന്നെയാ പറയണേ. ബൈ. എന്നാ
പിടിച്ചോ, കൊണ്ടുപോയേ പഞ്ചറൊട്ടിക്ക്. He's the man, a secret millionaire, humble disguise, the silent tycoon, a low-key lifestyle, a high-stakes game, the king of the streets. അർച്ചനയുടെ ഡാഡി ശ്രാവണിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് കണ്ട് ഞെട്ടിയത് അർച്ചന മാത്രമായിരുന്നില്ല, ആ കോളേജ് മുഴുവനായിരുന്നു. കാരണം അശോക് ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല. ശ്രാവൺ സാർ, താങ്കൾ ഈ കോളേജിലാണോ പഠിക്കുന്നത്? താങ്കൾക്ക് നേരെയാണോ അർച്ചന കാശ് വലിച്ചെറിഞ്ഞത്? ഞങ്ങളോട് ക്ഷമിക്കണം സാർ. What's happening, huh? അർച്ചന, സാറിനോട് ക്ഷമ ചോദിക്കേ. ഞാൻ സോറി ചോദിക്കാനോ? ഡാഡി എന്താ ഈ പറയുന്നേ? ഡാഡി എന്തിനാ ഇവനോട് ഇങ്ങനെ നിൽക്കുന്നേ? ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയാമോ? മിസ്റ്റർ അശോക്, അത് വിട്ടേക്ക്. അവൾ ആളറിയാതെ പറഞ്ഞല്ലേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാർ എന്താ ഈ കോലത്തില്, അതും ഇങ്ങനൊരു ബൈക്കിൽ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാതിരിക്കുന്ന മിസ്റ്റർ അശോക് നല്ലത്. എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. സാർ ഇങ്ങനെ ബൈക്ക് റൂട്ടി പോകാൻ സാറിനെ ഞാൻ സമ്മതിക്കില്ല. അർച്ചന, സാറ് കാറിൽ പോയിക്കോട്ടെ, നമുക്ക് മറ്റൊരു വണ്ടി പോവാം. സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കാം. സാറ് ദയവേദി കാറിൽ കയറണം. ഡാഡി എന്തൊക്കെയാ ഈ പറയുന്നത്? ഫ്രണ്ട്സിന് മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത് പ്ലീസ്. എന്നൊക്കെ വലുതാണോ ഡാഡിക്ക് ഇവൻ? അർച്ചന, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. തൽക്കാലം നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇദ്ദേഹം കാരണമാണ് ഞാനും നീയൊക്കെ ഇങ്ങനെ ഒരു കാറിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇങ്ങോട്ട് മാറിക്ക്. അർച്ചനയുടെ ഡാഡി അങ്ങനെ പറഞ്ഞതോടെ അർച്ചന മാത്രമല്ല, അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി മാറി. ഇതിനു മാത്രം അശോക് ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ ശ്രാവൺ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. മിസ്റ്റർ അശോക്, നിങ്ങൾ അർച്ചനയായിട്ട് കാറിൽ പോക്കോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതെന്റെ റിക്വസ്റ്റ് അല്ല, ഓർഡറാണ്. നേരെ ഇപ്പൊ തന്നെ വൈകി. വരൂ, നമുക്ക് ലഞ്ച് കഴിക്കാം. വിപിൻ എല്ലാവരോടുമായി പറഞ്ഞു. ഇനിയും പരസ്പരം സംസാരിച്ച് മുഷിയാൻ ഇടവരണ്ട എന്നവൻ കരുതി. വിദ്യ ഇരിക്കുന്നതിന്റെ തൊട്ടരികിലുള്ള സീറ്റ് കാലിയായിരുന്നു. വിപിൻ അവിടെ കയറിയിരുന്നു. ശ്രാവണിനെ പോലൊരാൾ തന്റെ അരികിൽ വന്നിരുന്നത് അർച്ചനയ്ക്ക് ഒട്ടും ഇഷ്ടായില്ല. അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റു. വിദ്യ, എന്നോട് ക്ഷമിക്കണം. നീ വിളിച്ചുകൊണ്ട് മാത്രാ ഞാനിവിടെ വന്നത്. പക്ഷെ ഇതുപോലൊരാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ല. ഞാൻ പോകുക. ഈ സംഭവം കൂടി കഴിഞ്ഞപ്പോൾ മാനസിക്കും വന്ദനയ്ക്കും പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. നല്ലൊരു പാർട്ടിയാ പ്രതീക്ഷിച്ചത്, പക്ഷേ ആകെ കൊളായി. അർച്ചന പോയില്ലേ? ഇനിയിപ്പോ ഞങ്ങളും നിൽക്കുന്നില്ല വിദ്യ. നമുക്ക് വേറൊരു ദിവസം കൂടാം. റൂമിലെത്തിയ വിപിൻ സ്പോർട്സ് പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അർജുൻ കട്ടിലിൽ കയറി കിടന്നു. ശ്രീഹരി ഫോൺ എടുത്ത് അതിലെന്തോ പരിശോധിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും പാർട്ടിയുടെ ക്ഷീണം ഉണ്ടായിരുന്നു. നടന്നതെല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രാവണും അവരുടെ ഇടയിലേക്ക് വന്നിരുന്നു. മേഘ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഫോൺ എടുത്ത് അവൻ അതിൽ തന്റെ സിം ഇട്ടു. വർക്ക് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കുറച്ച് പൊട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ അവൻ ആ ഫോൺ ഓൺ ആക്കിയെടുത്തു. മേഘ, നിനക്കിതിന്റെ വില അറിയില്ലടി. ഇതിന്റെ മാത്രമല്ല, ഇത് തന്നെ എന്റെ. ഫോണിലേക്ക് നോക്കി ദേഷ്യത്തോടെ ശ്രാവൺ പറഞ്ഞു. തെരേസ ലൈവില്. ശ്രീഹരി പറഞ്ഞു. എല്ലാവരും അവന്റെ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി. അവൻ വേഗം തന്നെ അവന്റെ ഐഡിയിൽ നിന്നും ലോഗിൻ ചെയ്തു. പരസ്പരം തിരിച്ചറിയാതിരിക്കാനായി എല്ലാവരും ഫേക്ക് ഐഡിയിലായിരുന്നു തെരേസയുടെ ലൈവ് സ്ട്രീമിംഗ് കണ്ടോണ്ടിരുന്നത്. എടാ, ഈ ഡേറ്റിംഗ് ആപ്പൊന്നും എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇത് മൊത്തം ഹാങ്ങാ. പിന്നെ എപ്പോഴെങ്കിലും നോക്കാം, ശ്രാവൺ പറഞ്ഞു. അടുത്ത മാസത്തെ വാടകയും മെസ് ബില്ലും കൊടുക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അർജുൻ വീണ്ടും ചോദിച്ചു. ശ്രീഹരി അതും മൈൻഡ് ചെയ്തില്ല. കുറച്ചു നേരം കഷ്ടപ്പെട്ടപ്പോൾ ശ്രാവണിനും തന്റെ മൊബൈലിൽ തെരേസയുടെ ലൈവിൽ സൈൻ ഇൻ ചെയ്യാൻ കഴിഞ്ഞു. പെട്ടെന്നാണ് സ്ക്രീനിൽ ഒരു മെസ്സേജ് തെളിഞ്ഞത്. ജെവിൾ എന്നൊരു അക്കൗണ്ടിൽ നിന്നായിരുന്നു അത്. എടാ ദരിദ്രവാസി ശ്രീഹരി, ഈ 2000 രൂപ നിനക്ക് എവിടുന്ന് കിട്ടി? എവിടെ പോയി തെണ്ടി? അതോ നീ വല്ല ടോയ്ലറ്റ് കഴുകാനും പോയോ? ആ മെസ്സേജ് കണ്ടതും ശ്രീഹരിക്ക് ആകെ വിഷമമായി.
ലൈവ് കാണുന്ന എല്ലാവരുടെയും മുന്നിൽ അവൻ ഇൻസൾട്ട് ആകുന്നത് പോലെ തോന്നി. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്ന് ശ്രീഹരി തക്കതായൊരു മറുപടി അയച്ചു. അടുത്ത നിമിഷം തന്നെ വീണ്ടും ഡെവിളിന്റെ മെസ്സേജ് വന്നു. 2000 രൂപ എടുക്കണമെങ്കിൽ നീ ഒരു മാസം പട്ടിണി കിടക്കണമല്ലോ. തന്റെ ലൈവ് പ്രോഗ്രാമിൽ 2 പേർ പരസ്പരം വഴക്കിടുന്നത് കണ്ട് തെരേസ അസ്വസ്ഥയായി. ഇത് ഞാൻ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നടത്തുന്ന ഷോ ആണ്. ഇതിൽ വന്നിരുന്ന് ഇങ്ങനെ വഴക്കിടാൻ പറ്റില്ല. ഇനി ഇത് തുടർന്നാൽ ഞാൻ നിങ്ങളെ 2 പേരെയും ബ്ലോക്ക് ചെയ്യും, തെരേസ പറഞ്ഞു. എനിക്ക് പ്രശ്നമൊന്നുമില്ല തെരേസ, അവനായിട്ട് തുടങ്ങിയതാണ്. അവനോട് നിർത്താൻ പറ. ചെയ്തില്ലെങ്കിൽ അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക്, ശ്രീഹരി പറഞ്ഞു. അപ്പോഴേക്കും ഡെവിൾ തെരേസയ്ക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റായ ഡയമണ്ട് അയച്ചു കൊടുത്തു. ഈ ഷോ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും അത്രയും വിലപിടിപ്പുള്ള ഒരു സമ്മാനം തെരേസയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ മുഖം അത് കണ്ടുവിടർന്നു. ഇത്ര വിലപിടിപ്പുള്ള സമ്മാനം ഇതുവരേക്കും ഒരാളും തെരേസയ്ക്ക് അയച്ചു കൊടുത്തിട്ടില്ല. ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ആവേശകരമായൊരു ദിവസം ഇതാദ്യമായിരുന്നു. ഷോയുടെ ഹോസ്റ്റ് ആയതും ആദ്യം തന്നെ ഡെവിൾ ചെയ്തത് ശ്രീഹരിക്ക് മെസ്സേജ് അയക്കലായിരുന്നു. യു ലൂസർ, എന്നോട് തർക്കിക്കാൻ നിന്ന് നിനക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിൽ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഞാൻ. ഉടനെ തന്നെ ഡെവിൾ ശ്രീഹരിയെ ബ്ലോക്ക് ചെയ്തു. ശ്രീഹരിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വലിയൊരു തുക ഡെവിൾ ചെലവാക്കിയതെന്നറിഞ്ഞപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഞെട്ടി. ശ്രീഹരിക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ വീണ്ടും അപമാനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. അവന്റെ വിഷമം കണ്ട ശ്രാവണിന് എങ്ങനെയെങ്കിലും ഡെവിളിനോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നി. അവൻ ചിന്തിച്ചു, ശ്രീഹരിയെ ബ്ലോക്ക് ചെയ്യാൻ മാത്രം ഇത്രയും പണം ചെലവഴിച്ച ഡെവിൾ ആരായിരിക്കും? ആരാണയാൾ? എത്ര ചിന്തിച്ചിട്ടും ആരാണ് ഡെവിൾ എന്ന് 3 പേർക്കും മനസ്സിലായില്ല. സ്ട്രീമിംഗിൽ നിന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ട ശ്രീഹരിക്ക് ഷോ കാണാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. കമന്റ് ചെയ്യാനോ റിപ്ലൈ കൊടുക്കാനോ കഴിയില്ലായിരുന്നു. ശ്രീഹരിക്ക് ദേഷ്യം വന്നു. ആ ഡെവിൾ, അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു, ഇനി എന്ത് ചെയ്യും? അവൻ ചോദിച്ചു. ഇതിനവന് മറുപടി കൊടുത്തേ പറ്റൂ. എന്റെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാം, അർജുൻ പറഞ്ഞു. തെരേസയുടെ ലൈവ് സ്ട്രീമിംഗിൽ അർജുന്റെ ഫോണിൽ നിന്ന് അവർ ജോയിൻ ചെയ്തു. ശ്രാവണും അവരുടെ കൂടെ വന്ന് ഷോ കാണാൻ തുടങ്ങി. ആ ലൂസർ ശ്രീഹരിയില്ലേ, നമ്മൾ ചാറ്റ് ചെയ്യുമ്പോ അവനിടയിൽ ഓരോ ഉടായ്പും കൊണ്ടുവരും. അതുകൊണ്ടാ അവനെ ഞാൻ ആദ്യമേ ബ്ലോക്ക് ചെയ്തേ. വെറൊരു ഗുഡ് ഫോർ നത്തിങ് അവൻ. ഇനിയിപ്പോ ഇതൊക്കെ കണ്ട് കരയാന്നല്ലാതെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെവിളിന്റെ അടുത്ത മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ഇതെല്ലാം കണ്ട് ശ്രീഹരിക്ക് ശരിക്കും സങ്കടം വന്നു. തന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും തെരേസയുടെ ലൈവ് സ്ട്രീമിംഗ് കാണാറുണ്ട്. അവരെല്ലാവരും ഇപ്പോ ഇത് കണ്ടു കാണും. എല്ലാവരുടെയും മുന്നിൽ താൻ നാണം കെട്ടുപോയെന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. സ്വന്തം ഐഡിയിൽ സ്ട്രീമിംഗ് കാണാൻ തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു. അവന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയ അർജുൻ ഡെവിളിനൊരു മറുപടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. തന്റെ ഫേക്ക് ഐഡിയായ ലിറ്റിൽ ഡക്കിലാണ് അവൻ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഡെവിൾ, നീ ചെയ്യുന്നത് ശരിയല്ല. ശ്രീഹരി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവനെ ബ്ലോക്ക് ചെയ്തത്? പോരാഞ്ഞിട്ടൊരു കാര്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ മാത്രം അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അർജുൻ ഇങ്ങനൊരു മെസ്സേജ് അയച്ചു. അടുത്ത നിമിഷം തന്നെ ഡെവിളിന്റെ മറുപടി സ്ക്രീനിൽ തെളിഞ്ഞു. ആ ലൂസറിനെ അപമാനിച്ചതിൽ നിനക്ക് ഇത്ര സങ്കടം തോന്നണമെങ്കിൽ നീ അവന്റെ പുറകെ വാലാട്ടി നടക്കുന്നവന്മാരിൽ ഒരാളായിരിക്കും. ഷോർ, ഒന്നുകിൽ അർജുൻ അല്ലെങ്കിൽ ശ്രാവൺ. ആദ്യം നീ ആരാണെന്ന് പറയൂ ഡെവിൾ. അർജുൻ റിപ്ലൈ ചെയ്തു. ഞാൻ ഡെവിളാണ്, ഡെവിൾ. ശരി, നിങ്ങൾ 3 വിഡ്ഢികൾക്കും ഒരു അവസരം തരാൻ ഞാൻ. ഈ ലൈവ് സ്ട്രീമിംഗിൽ ഗിഫ്റ്റ് അയച്ചെന്നെ നിങ്ങൾ തോൽപ്പിക്കണം. പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കുക. ഈ മെസ്സേജിന് പിന്നാലെ തന്നെ ഡെവിളിന്റെ 4 ഡയമണ്ടുകൾ തെരേസയുടെ അക്കൗണ്ടിലേക്ക് വന്നു. തുടർച്ചയായ മെസ്സേജുകൾ കണ്ടതും ലൈവ് കണ്ടുകൊണ്ടിരുന്നവർ ആവേശത്തോടെ സ്ക്രീനിലേക്ക് നോക്കി. 4 ഡയമണ്ടുകൾ, അതായത് വീണ്ടും 40,000 രൂപ. വെറുമൊരു ലൈവ് ഷോയ്ക്ക് വേണ്ടി ഇത്രയും പണം മുടക്കാൻ കഴിവുള്ള തങ്ങളുടെ സഹപാഠി ആരാണെന്നോർത്ത് എല്ലാവരുടെയും മനസമാധാനം പോയി. അടുത്ത നിമിഷം തന്നെ അർജുന്റെ ഫേക്ക് അക്കൗണ്ടായ ലിറ്റിൽ ഡക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. തന്നെയും ബ്ലോക്ക് ചെയ്ത ഡെവിളിനോട് അർജുന് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ അർജുൻ അവന്റെ ഫോൺ എടുത്ത് അടുത്തുള്ള ടേബിളിൽ ആഞ്ഞടിച്ചു. എടാ, അവൻ നമ്മളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കളിക്കുക. വെറുതെ നമ്മൾ അതിന് പോയി ഓവർ റിയാക്ട് ചെയ്യുന്നത് മണ്ടത്തരമാണ്.
ശ്രീഹരി അർജുനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. താൻ കാരണം അർജുന്റെയും സമാധാനം പോയല്ലോ എന്ന വിഷമത്തിലായിരുന്നു ശ്രീഹരി. തെരേസ, നീ ഇതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം. പക്ഷേ ശ്രീഹരിയെയും അവന്റെ ഫ്രണ്ട്സിനെയും പോലുള്ള ലൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. അത്തരത്തിലുള്ളവർ നിന്റെ ഷോ നശിപ്പിക്കും. ആ സമയത്താണ് സ്ക്രീനിൽ ഒരു പുതിയ മെസ്സേജ് വന്നത്. ഗെയിം ചേഞ്ചർ എന്ന ID തെരേസയ്ക്ക് ഒരു ഗോൾഡ് ഫിഷ് സമ്മാനമായി അയച്ചിരിക്കുന്നു. ആ ലൈവ് സ്ട്രീമിംഗിലെ ഏറ്റവും വലിയ സമ്മാനമായ 1,00,000 രൂപയാണ് ഗോൾഡ് ഫിഷ്. ഡെവിളിനു വേണ്ടിയുള്ള മെസ്സേജുകൾക്കിടയിൽ തെരേസ ഗോൾഡ് ഫിഷ് വന്നത് കണ്ടില്ല. എന്നാൽ ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരുന്ന പലരും ആ ഗോൾഡ് ഫിഷ് മെസ്സേജ് കണ്ട് ഞെട്ടി. ഇതാരാണ് നമുക്കിടയിൽ ഇത്രയും വലിയൊരാൾ? ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയപ്പോഴാണ് തെരേസ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ മുഖം വിടർന്നു. തന്റെ ഷോയിലെ ഏറ്റവും വലിയ തുകയായ 1,00,000 രൂപ ഇത് അയച്ചിരിക്കുന്ന ഗെയിം ചേഞ്ചർ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് തെരേസ അയാൾക്ക് നന്ദി പറഞ്ഞു. തെരേസയുടെ ആഹ്ലാദം കണ്ടപ്പോഴാണ് അർജുനും ശ്രീഹരിയും അത് ശ്രദ്ധിച്ചത്. അർജുൻ, ദേ നോക്കിയേ, ഡെവിളിനേക്കാൾ മിടുക്കനായ ഒരുത്തൻ വന്നിട്ടുണ്ട്. അവൻ ഒറ്റയടിക്ക് 1,00,000 രൂപ അയച്ചേ. വിശ്വാസം വരാതെ അർജുൻ അത് നോക്കി. ശരിയാണല്ലോ, ഇതാരാ ഈ ഗെയിം ചേഞ്ചർ? ഇവിടെ പൈസയ്ക്കൊന്നും ഒരു വിലയില്ലേ? അർജുൻ പറഞ്ഞു. ഇതാരായാലും എനിക്കിഷ്ടപ്പെട്ടു. ഡെവിളിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മറുപടി ഇത് തന്നെയാ. അവന് മാത്രമേ ഇതൊക്കെ സാധിക്കുമെന്ന അഹങ്കാരമായിരുന്നു ഇതുവരെ. അവനേക്കാൾ മിടുക്കന്മാരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി കാണും, ശ്രീഹരി ആഹ്ലാദത്തോട് പറഞ്ഞു. ഡെവിൾ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഇത്രയും നേരം ഡെവിളിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് ഗെയിം ചേഞ്ചറിനെ പുകഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു. മൊത്തത്തിൽ 5,00,000 രൂപ ഗെയിം ചേഞ്ചർ എന്ന അക്കൗണ്ട് തെരേസയ്ക്കായി അയച്ചിരിക്കുന്നു. മെസ്സേജുകൾ സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തന്റെ ഫോളോവേഴ്സിൽ ഒരാൾ ഒറ്റയടിക്ക് 5,00,000 തനിക്ക് അയച്ചത് കണ്ട് തെരേസ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനി അങ്ങോട്ട് ഈ ലൈവ് സ്ട്രീമിംഗിന്റെ ഹോസ്റ്റ് ഞാനായിരിക്കും, അല്ലേ തെരേസ? ഗെയിം ചേഞ്ചറിന്റെ മെസ്സേജ് വന്ന അടുത്ത നിമിഷത്തിൽ ഹോസ്റ്റ് ആയിട്ട് തെരേസ ഡെവിളിനെ മാറ്റി ഗെയിം ചേഞ്ചറിനെ ആക്കി. ഒട്ടും താമസിയാതെ തന്നെ നേരത്തെ ബ്ലോക്ക് ചെയ്യപ്പെട്ട ശ്രീഹരിയുടെയും അർജുന്റെയും അക്കൗണ്ടുകൾ അൺബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഇത്ര നേരം താൻ ഹോസ്റ്റ് ചെയ്ത ഷോയിൽ നിന്നും തന്നെ മാറ്റി ഗെയിം ചേഞ്ചറിനെ ഹോസ്റ്റ് ആക്കിയത് ഡെവിളിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അടുത്ത നിമിഷം തന്നെ ഡെവിളിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ തിളങ്ങി. അത് കണ്ടതും ശ്രീഹരിക്ക് സന്തോഷമായി. ആ വൃത്തികെട്ട ഡെവിൾ, ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ പാടാ. ശ്രീഹരി ഡെവിളിനെ വെല്ലുവിളിച്ചു. ഇപ്പൊ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോടാ? അർജുനും തന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് ചെയ്തു. എല്ലാവരുടെയും മെസ്സേജസ് കണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ ഡെവിൾ ദേഷ്യത്തോടെ ലൈവിൽ നിന്നും ലോഗൌട്ട് ചെയ്തു. തെരേസ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ തന്നത് വളരെ ചെറിയൊരു തുകയാണ്. അതിന്റെ പേരിൽ മീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും തെരേസയോടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആളുകളെ ഒരിക്കലും പണം കൊണ്ട് അളക്കരുത്. ഗെയിം ചേഞ്ചറിന്റെ ആ സന്ദേശം എല്ലാവരും നെഞ്ചിലേറ്റി. ഗെയിം ചേഞ്ചറിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ സ്ക്രീനിൽ നിറഞ്ഞു. പെട്ടെന്നാണ് ലൈവ് ഷോയിൽ മുഴുകിയിരുന്ന തെരേസയുടെ പുറകിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നത്. ഇത്രയും വലിയൊരു തുക തെരേസയ്ക്ക് നൽകിയത് അതാരാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു മേഘ ലൈവ് സ്ട്രീമിംഗിൽ പ്രത്യക്ഷപ്പെട്ടത്. തെരേസ, യു ആർ സോ ലക്കി. ഇത്രയും വലിയൊരു എമൗണ്ട് നിനക്ക് തരാൻ മനസ്സ് കാണിച്ച ആ വലിയ വ്യക്തി ആരാണ്? കൗതുകത്തോടെ മേഘ തെരേസയോട് ചോദിച്ചു. അത് മാത്രം എനിക്ക് അറിയില്ല മേഘ, കാരണം ഇതിൽ വരുന്ന എല്ലാവരും തന്നെ ഫേക്ക് ID ആണ്. അവരുടെ ഐഡന്റിറ്റി സ്വയം വെളിപ്പെടുത്താത്തിടത്തോളം കാലം അവരാരാ എന്താ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. ഹായ് ഗെയിം ചേഞ്ചർ, ഞാനും ഉടനെ തന്നെ ഒരു ലൈവ് സ്ട്രീം തുടങ്ങാൻ പോകുന്നുണ്ട്. തെരേസയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എനിക്കും ഉണ്ടാവില്ലേ? ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് മേഘ ചോദിച്ചു. ലൈവിൽ മേഘ വന്നത് കണ്ട് ശ്രീഹരി അർജുനെ നോക്കി. ശ്രാവണും ഇത് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള മേഘയുടെ പെരുമാറ്റം വീണ്ടും അവനെ വിഷമിപ്പിക്കുമെന്ന് തോന്നിയ ശ്രീഹരിയും അർജുനും ശ്രാവണിനോട് പറഞ്ഞു, ഡാ നീ കാണാതിരിക്കുന്ന നല്ലത്. പക്ഷേ അവരെ അവഗണിച്ച് ശ്രാവൺ അവിടെ തന്നെ ഇരുന്ന് ഷോ തുടർന്ന് കണ്ടു. ഹലോ ഗെയിം ചേഞ്ചർ, ഞാൻ ഇപ്പോഴും സിംഗിളാ. ഇത്രയും നാൾ ഞാനൊരു ലവർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെപ്പോലൊരാളെ എന്റെ ബോയ്ഫ്രണ്ടായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുക. ക്യാമറയിലേക്ക് നോക്കി മേഘ പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മേഘ റിപ്ലൈ തരുമോ? അത് കണ്ടതും മേഘ ക്യൂട്ടായി പറഞ്ഞു,
അതിനെന്താ ഗെയിം ചേഞ്ചർ? നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരും. മേഘയ്ക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ ഗെയിം ചേഞ്ചർ ആ ചോദ്യം ചോദിച്ചിരുന്നു. അത് കണ്ടതും മേഘ ഞെട്ടിപ്പോയി. ഇത്തരമൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചു നേരത്തേക്ക് അവൾക്കൊന്നും മിണ്ടാനായില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഗെയിം ചേഞ്ചർ വീണ്ടും മെസ്സേജ് അയച്ചു. ആൻസർ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ആണെന്ന്. തന്റെ ലൈവ് ഷോയിൽ മേഘ കയറിയിരുന്ന് ഷൈൻ ചെയ്യുന്നതിൽ തെരേസയ്ക്ക് നേരത്തെ തന്നെ ചെറിയ നീരസം തോന്നിയിരുന്നു. അവൾ പറഞ്ഞു, നീ ആദ്യം ശ്രാവണുമായി പ്രണയത്തിലായിരുന്നു, അവനുമായിട്ട് ബ്രേക്കപ്പായി, ഇപ്പോ രാഹുലുമായി പ്രണയത്തിലാണ്. സോ മേഘയുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവണമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു തെരേസ അക്കാര്യം പറഞ്ഞത്. തെരേസ, നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാ ശ്രാവൺ വരുന്നത്. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനോ മെസ്സിലെ ബില്ലടയ്ക്കാനോ ഒന്നും, അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള പുസ്തകം വാങ്ങാനോ ഒന്നും അവനെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാവം തോന്നി ഞാൻ അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്റെ വേറൊരു സുഹൃത്ത് മാത്രമായിരുന്നു ശ്രാവൺ. പക്ഷേ ഞാൻ അവന്റെ ലവറാണെന്നാ അവൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടന്നത്. അത് എന്റെ തെറ്റല്ലല്ലോ. കഥയെല്ലാം മേഘ മാറ്റി പറഞ്ഞത് കണ്ട് തെരേസ അമ്പരന്നു. ശരി, ആയിക്കോട്ടെ. പക്ഷേ രാഹുലോ? അവന്റെ കാര്യത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? അവനും എന്റെ സുഹൃത്ത് മാത്രമാണ് തെരേസ, ഒരു നല്ല സുഹൃത്ത്. അത് കേട്ടതും തെരേസയ്ക്ക് ദേഷ്യം വന്നു. നീ വെറുതെ നുണ പറഞ്ഞ് കഷ്ടപ്പെടേണ്ട മേഘ. നീയും അവനും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് നിന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാം. ഇത് കേട്ട് മേഘ നെർവസ് ആയി. പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാതെ അവൾ പറഞ്ഞു, ഗെയിം ചേഞ്ചർ, ഇവളി പറയുന്നതെല്ലാം നുണയാ. രാഹുൽ എന്റെ ഒരു സുഹൃത്ത് മാത്രാ. അവളത് പറയുന്നതിന് മുൻപ് തന്നെ ഗെയിം ചേഞ്ചർ ലെഫ്റ്റ് ചെയ്തു പോയിരുന്നു. അത് കണ്ട് മേഘയ്ക്ക് വല്ലാത്ത നിരാശ വന്നു. ഓക്കെ ഗായ്സ്, ഇതിൽ നല്ലൊരു ലൈവ് സ്ട്രീം ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം തെരേസ. തെരേസ ലൈവ് സ്ട്രീം അവസാനിപ്പിച്ചു. തന്നെ കുറിച്ച് മേഘ പറഞ്ഞത് കേട്ട് ശ്രാവണിന് ദേഷ്യം വന്നിരുന്നു. അവള് പറഞ്ഞു കേട്ടോ, പണമില്ലാത്ത ശ്രാവണിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അവള് കൂട്ടുകൂടിയെന്ന്. ഇഡിയറ്റ്. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ അവിടെ ഇരുന്ന് ആപ്പിൾ മുറിക്കുന്ന ചെറിയ പേന കത്തിയെടുത്ത് അവൻ സ്വന്തം കയ്യിൽ ആഞ്ഞുകുത്തി. ഇത് കണ്ട് അർജുനും ശ്രീഹരിയും ഞെട്ടിപ്പോയി. നീ ഇത് എന്താടാ കാട്ടിയത് എന്ന് പറഞ്ഞ് ശ്രീഹരി ഓടി വന്നു. ചെറിയൊരു പോറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂർച്ചയില്ലാത്തതുകൊണ്ടും അത് ചെറിയ കത്തിയായതുകൊണ്ടും അവന് കൂടുതലൊന്നും പറ്റിയില്ല. അവക്ക് വേണ്ടി സ്വയം വേദനിപ്പിക്കാൻ നിനക്ക് ഭ്രാന്താണോടാ? ഉള്ളിലെ നീരസം മറച്ചു വെക്കാതെ ശ്രീഹരി ചോദിച്ചു. ഇതുകൊണ്ട് പോറിയാലൊന്നും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. ഞാൻ വെറുതെ ഒന്ന് നോക്കിയതല്ലേ. എന്നെ മുറിപ്പെടുത്താൻ ഇതിന് മൂർച്ച പോരടാ. ശ്രാവൺ പറഞ്ഞു. അവക്ക് പണം മാത്രം മതി. സ്നേഹം, കരുണ ഇതൊന്നും അവക്കില്ലടാ. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടി സങ്കടപ്പെട്ട് വിടിയാവാതെ നീ കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ശ്രീഹരി കിടന്നു. ശ്രാവണിനെ ഒറ്റയ്ക്ക് കിടത്തിയാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ശ്രീഹരി അവന്റെ അരികിലായിട്ടാണ് കിടന്നത്. ശ്രാവണും കിടന്നെങ്കിലും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ശ്രാവണിന് വീണ്ടും മേഘയെ ഓർമ്മ വന്നു. മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടി ശ്രാവൺ ഫോൺ എടുത്ത് അതിലൊരു പാട്ട് പ്ലേ ചെയ്തു. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് വല്ലതും ഞണ്ണണമെങ്കിൽ ആരാന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കിക്കോ. അതും പറഞ്ഞുകൊണ്ട് അർജുനും അവർക്കരികിലേക്ക് വന്നു കിടന്നു. അടുത്ത ദിവസവും പതിവ് പോലെ എല്ലാവരും കോളേജിലേക്ക് പോയി. വിരസമായ ക്ലാസ് കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോയി ലഞ്ച് കഴിച്ചു. എൻ്റെ അമ്മോ, ഇപ്പോഴാ ഇത്തിരി ആശ്വാസം കിട്ടിയത്. ആ ലതാ മാമിന്റെ കത്തി ക്ലാസ്സും കേട്ട് വിശന്ന് പണ്ടാരടങ്ങിയിരിക്കായിരുന്നു. ഇനിയൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. നമുക്ക് വേഗം റൂമിലേക്ക് പോവാം. ശ്രീഹരി വയറിൽ തടവി സംതൃപ്തിയോടെ പറഞ്ഞു. അവർ 3 പേരും കൂടി റൂമിലേക്ക് നടന്നു. അവരെത്തിയ അല്പം കഴിഞ്ഞപ്പോ വിപിനും അങ്ങോട്ടേക്ക് വന്നു. വിപിൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ശ്രീഹരിയും അർജുനും ശ്രാവണും അത് ശ്രദ്ധിച്ചു. നിരാശയോടെ വിപിൻ വന്ന് കട്ടിലിലേക്ക് ഇരുന്നു. എന്താടാ, എന്താ പ്രശ്നം? മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? നിന്റെ ആ കൊച്ച് പിന്നെ എന്തെങ്കിലും പണിയെന്നോ? എടാ, ആ മൊട്ടത്തലയൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നീ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ അയാളെ ശരിയാക്കി തരാം. ശ്രാവൺ അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അത് പറഞ്ഞു. അതൊന്നും അല്ലടാ പ്രശ്നം, എനിക്കല്ല, വിദ്യയുടെ കൂട്ടുകാരിയില്ലേ അർച്ചന, അവക്കാ. കാര്യം ഇത്തിരി സീരിയസാ. വിപിൻ അവരോട് എല്ലാവരോടും കൂടി പറഞ്ഞു. ഏത്? ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ച് ശ്രാവണിനെ ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങിപ്പോയ ആ പെണ്ണോ? അവക്കെന്തു വന്നാ നമുക്കെന്താ? അവളോട് സഹതാപം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നീ ആ ഫാന്റെ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടെ. വിപിനെ, ഞാൻ കിടക്കുക. അർജുൻ പറഞ്ഞു. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, ആദ്യം എന്താ പറ്റിയെന്ന് അവൻ പറയട്ടെ. ശ്രാവൺ വിപിനോട് കാര്യം അന്വേഷിച്ചു. എടാ, ഇന്നലെ ആ റെസ്റ്റോറന്റിൽ വെച്ച് അവളൊരാളെ തല്ലിയത് നിങ്ങൾ കണ്ടിരുന്നോ? വിപിൻ അവരോട് ചോദിച്ചു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതിന് അടിയെന്നൊന്നും അല്ല പറയാ, നല്ല പടക്കം പൊട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. അയാളുടെ എത്ര പല്ല് പറഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് നോക്കിയാ മതി. സംഭവം ഒന്ന് ഓർത്തുകൊണ്ട് ശ്രീഹരി പറഞ്ഞു. ആ അടി അത് തന്നെയാ പ്രശ്നം. അവക്ക് മാത്രമല്ല, അവളുടെ വീട്ടുകാർക്കും കൂടി ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വിപിൻ പറഞ്ഞു. അവൾ അഹങ്കാരിയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇന്നലെ അവൾ അയാളെ അടിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അയാൾ അവളോട് മോശമായിട്ട് പെരുമാറുന്നത് നമ്മളെല്ലാവരും കണ്ടല്ലേ. അയാൾ അത് അർഹിക്കുന്നുണ്ട്. അതിന് അവളെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രാവൺ വിപിനോട് പറഞ്ഞു. അതെ, ശരിയാണ്. പക്ഷേ അവൾ അടിച്ചത് വെറും സാധാരണക്കാരനായിരുന്നില്ല. ഉദയ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ പണക്കാരാ. അതിന്റെ ഓണറായ ധനഞ്ജയന്റെ മകൻ കാർത്തികിനെയാ. കാർത്തിക് എന്ന് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. അവനെപ്പറ്റി കേൾക്കാത്തവരായി ആരുമില്ല. അവന്റെ കൂടെ ഗുണ്ടകളുടെ ഒരു ടീം തന്നെ ഉണ്ട്. ഈ പൊട്ടത്തി പെണ്ണെന്തിനാ അവനെ പോയി ചൊറിയാൻ നിന്നേ? എല്ലാവർക്കും അറിയുന്നതല്ലേ അവന്റെ സ്വഭാവം. ഒരു ചെകുത്താനാ കാർത്തിക്, കണ്ണീ ചൊറിയില്ലാത്തവൻ. അർജുൻ പറഞ്ഞു. പറ്റിപ്പോയില്ലേ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ ധനഞ്ജയൻ അർച്ചനയുടെ ഡാഡിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പോരാത്തതിന് അർച്ചനയുടെ ഡാഡിയുടെ ഫിനാൻസ് ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവരെയും പേടിപ്പിച്ച് അവരോടെല്ലാം ഡെപ്പോസിറ്റ് പിൻവലിക്കാനും പറഞ്ഞിരിക്കുക. അർച്ചനയുടെ ഡാഡിയുടെ ഷെയർ പാർട്ട്നേഴ്സിനെ പോലും അയാൾ ഭീഷണിപ്പെടുത്തിയെന്ന്. അവരെല്ലാം ചേർന്ന് ഇപ്പോ അവളുടെ ഡാഡിയെ ഒറ്റപ്പെടുത്തുക. വിപിൻ അർച്ചനയുടെ അവസ്ഥ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി. ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രോ? അർച്ചനയുടെ ഡാഡി വലിയ ബിസിനസ് മാൻ അല്ലേ. അയാളുടെ ഹോൾഡ് വെച്ച് എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മള് വെറും സാധാരണക്കാര് ഇതിന്റെയൊക്കെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അർജുൻ ചോദിച്ചു. അവര് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ധനഞ്ജയൻ എല്ലാവരും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. ആരും അവരൊന്ന് സഹായിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇവിടെ ഇരുന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. എന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാം. വിപിൻ പറഞ്ഞു. അവർ 4 പേരും അർച്ചനയുടെ റൂമിലേക്ക് തിരിച്ചു. ബൈക്ക് പുറത്തു വെച്ച് അവരകത്തേക്ക് കടന്നു. കട്ടിലിൽ കാൽമുട്ടിൽ തലവെച്ച് കരയുന്ന അർച്ചനയെ കണ്ടപ്പോ എല്ലാവർക്കും സഹതാപം തോന്നി. വിദ്യയും മാനസയും വന്ദനയും അർച്ചനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. വിപിനെയും കൂട്ടുകാരെയും കണ്ടപ്പോ വിദ്യ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എന്തായി കാര്യങ്ങൾ? ഇപ്പൊ തന്നെ അവരുടെ കമ്പനിയുടെ എല്ലാ പ്രൊജക്ടുകളും മുടങ്ങി. എല്ലാ പാർട്ട്നേഴ്സും അവരുടെ പാർട്ട്ണർഷിപ്പ് ക്യാൻസൽ ചെയ്യും. ഫിനാൻസിൽ ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം അവരുടെ പണം ഒരുമിച്ച് പിൻവലിക്കും. ഇതെല്ലാം കൂടി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ഡാഡിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? ഇതെന്താ വെള്ളരിക്കപ്പെടണ? ഇവിടെ പോലീസ് നിയമമൊന്നുമില്ലേ? നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് ചെയ്യാം. വിപിൻ തന്റെ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു. അത് കേട്ടതും അർച്ചന ഞെട്ടി എഴുന്നേറ്റു. വേണ്ട വിപിൻ, പോലീസിൽ അറിയിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അവരും അയാളുടെ ഭാഗം. പ്രശ്നങ്ങൾ ഒന്നുകൂടെ വഷളാക്കാന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. കരച്ചിലോടെ അർച്ചന പറഞ്ഞു. അവളുടെ മുഖം അപ്പോഴാണ് എല്ലാവരും കാണുന്നത്. അവൾ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. അച്ഛന്റെ കൂടെ ഓഫീസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് അർച്ചനയ്ക്ക് ബിസിനസിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും നന്നായിട്ടറിയാം. ഇതുപോലുള്ള ചതികളും മറ്റും ബിസിനസ്സിൽ നിത്യസംഭവങ്ങളാണ്. ഇത്തരം അവസരങ്ങളിൽ പോലീസുകാർ പോലും ഇടപെടില്ല. ഇപ്പോ പോലീസിനെ അറിയിച്ചാലും അത് ധനഞ്ജയനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ചെയ്യില്ല. അതുകൊണ്ടാ അവൾ വിപിനെ തടഞ്ഞത്. പക്ഷേ നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ പ്രയോജനം? ധനഞ്ജയൻ ശക്തനാണ്, സമ്മതിച്ചു. പക്ഷേ അയാളേക്കാൾ ശക്തന്മാർ വേറെ ഉണ്ടാവില്ലേ? ഞാനൊന്ന് എന്റെ ഡാഡിയെ വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് വിപിൻ പുറത്തേക്ക് പോയി. അതെ അർച്ചന, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അറിയാവുന്നവരോടൊന്ന് സഹായം ചോദിച്ചു നോക്കട്ടെ, വിദ്യയും പറഞ്ഞു. അർച്ചനയെ മാനസയോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ് അവൾ വിപിന്റെ പിന്നാലെ പോയി. അവർക്കറിയാമായിരുന്നു ഇതത്ര നിസ്സാര പ്രശ്നമല്ലാന്ന്. ധനഞ്ജയനെ പോലെ ഒരാളെ ചെറുക്കാനുള്ള ശക്തിയൊന്നും അവരുടെ പരിചയക്കാർക്ക് ആർക്കുമില്ല. എങ്കിലും എല്ലാവരെയും അവർ വിളിച്ചു നോക്കി. അറിയാവുന്നവരോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചു. ധനഞ്ജയൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൈമലർത്തി. അർച്ചന, പേടിക്കണ്ട. ധനഞ്ജയൻ എന്നല്ല, നിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല.
നിന്റെ എല്ലാ പ്രശ്നത്തിനും 1 മണിക്കൂറിനകം പരിഹാരം ഉണ്ടാകും. ഞാൻ ഉറപ്പു തരുന്നു. അത്രയും നേരം മിണ്ടാതെ നിന്നിരുന്ന ശ്രാവണാണ് അത് പറഞ്ഞത്. അപ്പോഴാണ് അർച്ചന ശ്രാവണിനെ ശ്രദ്ധിക്കുന്നത്. നീയോ? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അർച്ചന ശ്രാവണിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ വിദ്യ അവളെ തടഞ്ഞു. അർച്ചന, നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാനാണ് അവരിങ്ങോട്ട് വന്നേ. വെറുതെ അവരോട് ദേഷ്യപ്പെടരുത്. വിദ്യ പറഞ്ഞു കേട്ടതും ദേഷ്യത്തോടെ അർച്ചന വിദ്യയെ നോക്കി. ഇവൻ ഈ വൃത്തിയിട്ടവൻ എന്നെ സഹായിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? നന്നായി. ഇതുവരെ ഇവൻ ചെയ്ത സഹായം കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിരിക്കുക. ഇന്നലെ റെസ്റ്റോറന്റിൽ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ തന്നെ കാരണം ഇവനാ. ഇവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ സഹായിക്കാൻ വന്നിരിക്കാണത്ര. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറ അവനോട്. അർച്ചന ദേഷ്യത്തോടെ പറഞ്ഞു. എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു ശ്രാവൺ. വിദ്യയ്ക്ക് അവനെ കണ്ടപ്പോ പാവം തോന്നി. ശ്രാവൺ, അറിയാലോ, അർച്ചന വല്ലാത്തൊരു അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നത്. അതിന്റെ ഒരു ദേഷ്യ അവളെ ഇങ്ങനെയൊക്കെ തീർക്കുന്നത്. താനിതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അത് കേട്ടപ്പോ ശ്രാവൺ ഒന്ന് ചിരിച്ചു. വിദ്യ, അർച്ചനയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സമയത്ത് നിങ്ങൾ വേണം അവൾക്ക് ധൈര്യം കൊടുക്കാൻ. ഒരാപത്തും സംഭവിക്കില്ലെന്ന് അവളോട് പറഞ്ഞേക്കുക. വിദ്യയോട് അത്രയും പറഞ്ഞുകൊണ്ട് ശ്രാവൺ അവിടെ നിന്നും ഇറങ്ങി നടന്നു. വിദ്യ വിഷമത്തോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. ആരാ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? നിങ്ങൾക്കൊന്നും മതിയായില്ലേ? റിലാക്സ് അർച്ചന. നീ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഏതോ ഒരു ക്ലാസ്മേറ്റിനെ വിളിച്ച് നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? അപ്പോഴാണ് അർച്ചനയും അത് ഓർക്കുന്നത്. അവൾ ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ആദിനാഥ് എന്ന നമ്പറിലേക്ക് വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ ആദ്യ ഫോൺ എടുത്തു. അവൾ ഉണ്ടായതെല്ലാം ആദിനാഥനോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. താൻ അച്ഛനോട് സംസാരിച്ചു നോക്കാമെന്നും അവൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്നതെന്തും ചെയ്യാമെന്നും ആദിനാഥ് അവൾക്ക് ഉറപ്പ് കൊടുത്തു. അർച്ചനയുടെ റൂമിൽ നിന്നും ശ്രാവൺ നേരെ പോയത് തന്റെ റൂമിലേക്കായിരുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ ഫോൺ എടുത്ത് ശ്രാവൺ ഒരാളെ വിളിച്ചു. അങ്ങേ തലയ്ക്കിൽ നിന്നും ഒരു വൃദ്ധന്റെ ശബ്ദം കേട്ടു. ശ്രാവൺ മോനോ? സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. എത്ര നാളായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. ഹൗ ആർ യു ഡിയർ? ഹലോ ശ്രീനിയങ്കിൾ, ഐ എം പ്രെറ്റി ഗുഡ്. എനിക്ക് അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു സഹായം വേണമായിരുന്നു. ശ്രാവൺ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ശ്രാവൺ, കുടുംബത്തിലെ എല്ലാ പവറും ഇപ്പോ നിന്നിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ആരോടും സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. നീയാണ് ബോസ്. നിനക്കിനി മുതൽ ആജ്ഞാപിക്കാം. പറയൂ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്?